ഒരു മഞ്ഞ തുണിയിൽ കിഴികെട്ടി വേണം നിങ്ങൾ മഞ്ചാടിക്കുരു ഭഗവാന് സമർപ്പിക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് ചുറ്റമ്പലത്തില് കൊടിമരച്ചുവട്ടിലെ ഭണ്ഡാരത്തിന്റെ മുകളിൽ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു നേർച്ച നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഗുരുവായൂർ അമ്പല നടയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. നമസ്കാരം, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വാസികളുടെ നെഞ്ചിൽ കുടികൊള്ളുന്ന ഒരു ക്ഷേത്രമാണ്. ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണനായി പരിലസിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ജനലക്ഷങ്ങളാണ് ഓരോ വർഷവും എത്തുന്നത്. അനേകം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുണ്യക്ഷേത്രം വൈഷ്ണവ പാരമ്പര്യത്തിലെ അഭിമാന ക്ഷേത്രങ്ങളിലൊന്നുമാണ്. പാതാള അഗ്നം എന്ന ശിലയിൽ തീർത്ത അവിടുത്തെ ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹം ഭക്തരുടെ മിഴികൾക്ക് ദിവ്യ കാഴ്ചയേകുന്നു. പാഞ്ചജന്യവും സുദർശനവും കൗമോദകിയും പിടിച്ച് വനമാലയും ശ്രീവത്സവും കൗസ്തുഭവും അണിഞ്ഞു നിൽക്കുന്ന ഗുരുവായൂരപ്പന്റെ മനോജ്ഞ ചിത്രം ഏതു ശോകത്തെയും പടികടത്താൻ കരുത്തുള്ളതാണ്. ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് കഥകളും ഐതിഹ്യങ്ങളും മിത്തുകളുമൊക്കെ ധാരാളമുണ്ട്. ഇവയിൽ പലതും കേരളീയ ഭക്തന്മാരുടെ ഗൃഹാതുരത്വത്തിൽ സ്ഥാനമുള്ളതാണ്. ഗുരുവായൂർ അമ്പലത്തിൽ സവിശേഷ മൂല്യമുള്ള ഒരു വസ്തുവാണ് മഞ്ചാടിക്കുരുക്കൾ. പരിശുദ്ധിയുടെ ചിഹ്നങ്ങളായി ഈ കുഞ്ഞുകായ്കൾ കരുതപ്പെടുന്നു. ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കളിൽ ഒന്നായിട്ടാണ് മഞ്ചാടിക്കുരു കണക്കാക്കപ്പെടുന്നത്. സ്വന്തം മുഖത്തേക്ക് മഞ്ചാടിക്കുരു വാരിയെറിഞ്ഞു കുസൃതി കാട്ടുന്ന കണ്ണന്റെ രൂപമാണല്ലോ പല ഭക്തരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. എങ്ങനെയാണ് മഞ്ചാടിക്കുരു ഗുരുവായൂരിലെ വിശിഷ്ട വസ്തുവായത്? അതിന് പിന്നിലൊരു കഥയുണ്ട്. ഈ കഥ ഗുരുവായൂരപ്പന്റെ ഓരോ ഭക്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മഞ്ചാടിക്കുരുവിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ പിന്നിലുള്ള ആ ഒരു കഥയെക്കുറിച്ചും ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് മഞ്ചാടിക്കുരു ഗുരുവായൂരപ്പന് പ്രിയമായതിന് പിന്നിലുള്ള ആ ഒരു കഥയൊന്ന് നോക്കാം. ഒരിക്കല് ഉത്തര കേരളത്തിൽ ഒരു പ്രായമുള്ള വനിത ജീവിച്ചിരുന്നു. ഗുരുവായൂരപ്പന്റെ വലിയ ഭക്തയായിരുന്നു അവർ. ഉണ്ണിക്കണ്ണനോട് പല ഭക്തർക്കും ഉള്ളത് ഒരു അമ്മ മനസ്സാണല്ലോ. ഈ വനിതയും അതീവ ഭക്തിയോടെയും അതിലേറെ മാതൃവാത്സല്യത്തോടെയും ഗുരുവായൂരപ്പനെ ദിനവും പ്രാർത്ഥിച്ചു. ഗുരുവായൂരിൽ പോകണമെന്ന് ആ അമ്മ എന്നും ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിനുള്ള അവസരം അവർക്ക് വന്നു ചേരുന്നുണ്ടായിരുന്നില്ല. ഏതായാലും തൻ്റെ ഭക്തരുടെ പരിവേദനകൾ ഒരുപാട് കാലം ഭഗവാൻ ചെവിക്കൊള്ളാതിരിക്കാറില്ല. ഒരിക്കൽ ഗുരുവായൂരിലേക്ക് പോകാനുള്ള നിയോഗം ആ വനിതയ്ക്ക് വന്നെത്തി. മകനെ പോലെ താൻ സ്നേഹിക്കുന്ന ഗുരുവായൂരപ്പനെ കാണാൻ ചെല്ലുകയാണ്. മകന് എന്തെങ്കിലും കൊടുക്കേണ്ടേ? തൻ്റെ കയ്യിൽ ഒന്നുമില്ല, വാങ്ങാൻ പണവുമില്ല. വെറും കൈയോടെ ഉണ്ണിക്കണ്ണനെ കാണുന്നത് എങ്ങനെ? ഇതെല്ലാം ഓർത്ത് തൻ്റെ പരാധീനതയിൽ ആ അമ്മ കരഞ്ഞുപോയി. അപ്പോഴാണ് അവർ ഒരു മഞ്ചാടി മരം കണ്ടത്. അതിൽ നിന്നും താഴെ മഞ്ചാടിക്കുരുക്കൾ വീണു കിടക്കുന്നുണ്ടായിരുന്നു. അവരത് പെറുക്കിയെടുത്തു. അത് കൊണ്ടുപോകാം, ഗുരുവായൂരപ്പന് നൽകാം. കുട്ടിയല്ലേ, നിറമുള്ള കായകൾ കാണുമ്പോൾ സന്തോഷമാകും. ആ നിഷ്കളങ്കമായ അമ്മ അങ്ങനെ വിചാരിച്ചു. ഓരോ ദിനവും വീഴുന്ന മഞ്ചാടിക്കുരുക്കൾ അവർ പെറുക്കിയെടുത്തു. അത് സൂക്ഷ്മതയോടെ പൊടി തുടച്ച് സൂക്ഷിച്ചു വെച്ചു. അങ്ങനെ കുറേയേറെ ദിവസങ്ങൾ. നാട്ടുകാർ അവർക്ക് വട്ടാണെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു. അവരതൊന്നും ചെവിക്കൊള്ളാൻ പോയില്ല. ഒരു കിഴിനിറയെ മഞ്ചാടിക്കുരുക്കളുമായി ഇപ്പോൾ ആ അമ്മ വീട്ടിൽ നിന്നും യാത്രയായി ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലേക്ക്. 44 ദിവസം കാടും മേടും താണ്ടി കുന്നും മലയുമൊക്കെ കയറി അവർ യാത്ര ചെയ്തു. പ്രായമുള്ള അവരുടെ ശരീരത്തിന് താങ്ങാവുന്നതിലധികമായിരുന്നു ആ യാത്ര. എങ്കിലും അചഞ്ചല ഭക്തി അവർക്ക് ഇന്ധനമേകി. ശരീരത്തിന്റെ വേദനകൾ ഗുരുവായൂരപ്പനെ കാണുന്ന ആ നിമിഷമോർത്ത് അവർ സഹിച്ചു. ആ അമ്മ ഗുരുവായൂരിലെത്തിയ ദിവസം മലയാള മാസം 1-ാം തീയതി ആയിരുന്നു. ഒരു നാടുവാഴി എല്ലാ 1-ാം തീയതിയും ഗുരുവായൂരിൽ വന്ന് ഓരോ ആനയെ നടക്കിരുത്തുമായിരുന്നു. വനിത എത്തിച്ചേർന്ന സമയം തന്നെയാണ് നാടുവാഴിയും വന്നത്. അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ ആ വനിതയെ തള്ളിമാറ്റി. ആ അമ്മ അവിടെ വീഴുകയും അവരുടെ കിഴി ആ ആഘാതത്തിൽ തെറിച്ചു പോവുകയും
കിഴി കെട്ടഴിഞ്ഞ് മഞ്ചാടിക്കുരുക്കൾ അവിടെയെല്ലാം ചിന്നിച്ചിതറുകയും ചെയ്തു. ആ അമ്മ അത് കണ്ടു. അവർ പൊട്ടിക്കരഞ്ഞു. അവർക്കതല്ലേ പറ്റൂ. എന്നാല് ഇതെല്ലാം കണ്ടുകൊണ്ട് ഗുരുവായൂരപ്പന് വെറുതെ ഇരിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല, അല്ലെ? നാടുവാഴി കൊണ്ടുവന്ന ആനയ്ക്ക് ഉടൻ മദം പൊട്ടി. അവിടെ ഇവിടെയെല്ലാം അത് പാഞ്ഞു നടന്നു. എല്ലാവരും ഓടി. സ്ഥിതി വഷളാകുന്നത് കണ്ട് നാടുവാഴി കണ്ണനെ ഉറക്കെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഭഗവാനെ, എന്താണ് ഇതെല്ലാം? ഇതൊന്നും നിർത്തൂ. ഉടൻ ശ്രീകോവിലിൽ നിന്ന് ഉച്ചത്തിൽ മറുപടി മുഴങ്ങി. എവിടെ എൻ്റെ മഞ്ചാടിക്കുരുക്കൾ? എനിക്ക് അതിപ്പോൾ വേണം. വാശിക്കാരനായ ഗുരുവായൂരപ്പന്റെ മറുപടി കേട്ട് നാടുവാഴി അന്തിച്ചുപോയി. വിലപിടിപ്പുള്ള സമ്മാനങ്ങളിലല്ല, ആത്മസമർപ്പണം ചെയ്ത മനസ്സുകളുടെ ചെറിയ ചെറിയ അർച്ചനകളിലാണ് ഭഗവാന് സന്തോഷമെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. എല്ലാവരും കൂടി മഞ്ചാടിക്കുരുക്കൾ പെറുക്കിയെടുത്ത് കിഴികെട്ടി ആ അമ്മയെ തന്നെ ഏൽപ്പിച്ചു. അവരത് ഭഗവാന് സമർപ്പിച്ചു. സന്തോഷപൂർവ്വം തൊഴുതു. മാതൃവാത്സല്യം നിറഞ്ഞു തുളുമ്പുന്ന ആ മഞ്ചാടിക്കുരുക്കൾ നമ്മുടെ ഭഗവാന് അത്രമേൽ പ്രിയപ്പെട്ടതായതിന്റെ പിന്നിലെ കാരണം ഇതുതന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് മഞ്ചാടിക്കുരുക്കൾ സമർപ്പിക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഭഗവാന്റെ നടക്കൽ പോയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്താൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ആ മുന്നിലേക്ക്, ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഭഗവാന് മഞ്ചാടിക്കുരുക്കൾ സമർപ്പിക്കാം എന്നുള്ളത് ഒരു നേർച്ചയായിട്ട് പറയുക എന്നുള്ളതാണ്. മഞ്ചാടിക്കുരുക്കൾ നേർച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളെ ആ നടയ്ക്കൽ എത്തിച്ചിരിക്കും. അവിടെ നിങ്ങൾക്ക് ആ ഒരു മഞ്ചാടിക്കുരുക്കൾ സമർപ്പിക്കാനായിട്ട് ഒന്നുകിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം, അതല്ല എന്നുണ്ടെങ്കിൽ അവിടെയുള്ള കടകളിൽ തന്നെ വാങ്ങിക്കാനായിട്ട് ലഭിക്കും. ഒരു മഞ്ഞ തുണിയിൽ കിഴികെട്ടി വേണം നിങ്ങൾ മഞ്ചാടിക്കുരു ഭഗവാന് സമർപ്പിക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് ചുറ്റമ്പലത്തിലെ കൊടിമരച്ചുവട്ടിലെ ഭണ്ഡാരത്തിന്റെ മുകളിൽ സമർപ്പിക്കാവുന്നതാണ്. ഈ ഒരു നേർച്ച നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഗുരുവായൂർ അമ്പലനടയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ കുഞ്ഞുങ്ങള്, ചില കുട്ടികളില് അനാവശ്യമായിട്ടുള്ള വാശി, ദേഷ്യം ഒക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുരുവായൂരപ്പന്റെ മുന്നിൽ കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ മഞ്ചാടി വാരിക്കാവുന്നതാണ്. അതിനുള്ള സംവിധാനം അവിടെ തന്നെയുണ്ട്. അതായത് നമ്മുടെ ചുറ്റമ്പലത്തിലായിട്ട് കൊടിമരത്തിന്റെ വലതുവശത്തായിട്ടാണ് ഈ ഒരു മഞ്ചാടിക്കുരു നിറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം ഇരിക്കുന്നത്. അവിടെ പോയി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ മഞ്ചാടി വാരിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിലുള്ള അനാവശ്യമായിട്ടുള്ള ശാഠ്യങ്ങളൊക്കെ ഇല്ലാതാവും. ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഏതൊരു ആഗ്രഹവും സാധിച്ചെടുക്കാനായിട്ട്, നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ ഇല്ലാതാവാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന് ഒരല്പം മഞ്ചാടി സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ പെട്ടെന്ന് കേൾക്കും എന്നാണ് പറയുന്നത്. അപ്പോ സാധിക്കുന്നവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഉണ്ണിക്കണ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട മഞ്ചാടി കൂടെ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.